വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, എന്തായാലും ഒരു ത്രികോണ മത്സരത്തിന് ഒരുങ്ങുകയാണോ അനന്തപുരി? താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്നത് ഏകദേശം ത്രികോണ മത്സരം തന്നെയാണല്ലോ. കാര്യം ഒരു കാലത്ത് കേന്ദ്രമന്ത്രിമാർ കളത്തിലിറങ്ങുന്ന സാഹചര്യത്തിൽ അതിനൊരു പ്രത്യേകതയില്ലേ? ഇനി എന്ത് തന്നെയായാലും തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയുടെ വളരെ പ്രതീക്ഷയുള്ള, എത്രയോ കാലമായിട്ട് വളരെ പ്രതീക്ഷയുള്ള, ബിജെപി വളരെ ശക്തമായി തന്നെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ബിജെപി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുകയും ചെയ്യുക. ഇനിയിപ്പം എന്തൊക്കെയാണ് ബിജെപിയുടെ ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയായിരിക്കും സർപ്രൈസ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്തും പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സർപ്രൈസുകൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അതേസമയത്ത് ചോദിക്കട്ടെ, ഈ മുതിർന്ന നേതാവ് ഒ രാജഗോപാലിന്റെ ഒരു പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. തരൂർ ശക്തനാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ബിജെപിയുടെ ഒരു പൊതു അഭിപ്രായം തന്നെയായിരുന്നു. ഇപ്പം എന്തായാലും രാജഗോപാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇനിയിപ്പം തരൂര് ഒരു മോശം കണ്ടിട്ടൊന്നുമില്ല, തരൂര് ശക്തനായ ഒരു കണ്ടിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവിടെ ബിജെപി വളരെ ശക്തമായിട്ട് തന്നെ ഇത്തവണ അവിടെ ജയിക്കും എന്ന ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയുള്ള തന്ത്രങ്ങൾ അതിന്റെ ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയായിരുന്നു രാജഗോപാലിലൂടെ പുറത്തു വന്നത്. ഞാനെങ്ങനെയാ പറയുക? എനിക്ക് അത് ബിജെപിക്കാരോട് തന്നെ ചോദിക്കുക. ഞാനെങ്ങനെ ബിജെപിയുടെ തീരുമാനമാണോ അല്ലയോ എന്നൊക്കെ ഞാൻ അഭിപ്രായം പറയുന്നത് എങ്ങനെ? എന്തായാലും ഒരു ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും.